കല്യാണപ്പെണ്ണിനെ പോലെ ഉണ്ട്. ഈ അടുത്തൊന്നും കണ്ടിട്ടില്ലാത്തൊരു പ്രഹേളികയാണ് കേട്ടോ അന്ന് ഗുരുവായൂരുണ്ടായിരുന്നത്. ഒരുപാട് കല്യാണങ്ങളും ഒരുപാട് തിരക്കും. സോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോയി ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിലേക്ക് ഞങ്ങളുടെ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ കസിൻ്റെ കല്യാണത്തിന് എങ്ങനെ നിൽക്കുമോ അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ കുഞ്ഞിൻ്റെ കല്യാണത്തിനും. ഓ ബൈ ദ വേ അവളെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ കുഞ്ഞെന്ന് പറയുന്നത്. അദ്വൈത എന്നാണ് ശരിക്കുള്ള പേര്. സോ കല്യാണം എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ഫാമിലിയിലുള്ള എല്ലാവരും ഒന്നിച്ച് ഒരാളുടെ ആഘോഷത്തിലേക്ക് പങ്കെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് ആണ് അല്ലേ. എല്ലാവരും പല പല തിരക്കിന്നെല്ലാം ഒഴിവാക്കി ഒരു 2 ദിവസത്തേക്കൊന്ന് ഫ്രീ ആയി പഴയ അമ്മ വീട്ടിലെ എന്താ പറയാ നല്ലൊരു കുട്ടിക്കാലം ആഘോഷിക്കാൻ വേണ്ടി ഒരു സമ്മർ വെക്കേഷന് വന്നൊരു ഫീല് അത് ഭയങ്കര രസമായിരുന്നു എന്ന് മാത്രമല്ല ഞങ്ങൾ എല്ലാവരും പ്രായം മറന്ന് എൻജോയ് ചെയ്തൊരു മൊമെന്റും കൂടെയാണിത്. സോ ഇതാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ചെറിയ കുഞ്ഞിക്കുരുപ്പ് ആത്മിക ആമീന്ന് വീട്ടിൽ വിളിക്കും. ദാ പുറകെ നിൽക്കുന്ന മഞ്ഞ് കുർത്തിയിട്ടൊക്കെ ഇങ്ങനെ ചേച്ചിയുടെ മോള്. സോ ഞങ്ങളുടെ കസിനാണ് ഞങ്ങളുടെ നീസായിട്ട് വരും. സോ ഇവളെ കളിപ്പിക്കലായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും മെയിൻ ഹോബി എന്ന് പറയുന്നത്. ആൾ ഇച്ചിരി കർക്കശക്കാരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ചിരിക്കില്ല. അതുകൊണ്ട് ഇവളുടെ ചിരി കാണാൻ വേണ്ടി തന്നെ അവിടെ തപസ്സെടുത്ത് ഉഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. സോ ഇവളെ കൊണ്ട് നടക്കാന്ന് പറയുന്നത് നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ. അമ്മയുടെ അടുത്തുനിന്ന് ഒട്ടും മാറാത്ത കുഞ്ഞായതുകൊണ്ട് തന്നെ അമ്മയാണോ അതോ മറ്റാരെങ്കിലും ആണോ എടുക്കുന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് അവളെ ഇങ്ങനെ കൊഞ്ചിച്ച് കൊണ്ട് നടക്കലായിരുന്നു ഞങ്ങളുടെ എല്ലാം പണി. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദാ നോക്കിയിട്ട് ഇപ്പൊ കരയാനുള്ളൊരു പുറപ്പാടാണ്. സോ അതാണ് ഞങ്ങളുടെ സ്വന്തം ആത്മിക. അങ്ങനെയാണ് ആമിക്കൂടെ ഇങ്ങനെ കരയാൻ തുടങ്ങിയാൽ ഞാൻ പിന്നെ നിർത്താൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കൈകളിൽ നിന്നും മാറി മാറി വന്നുകൊണ്ടേയിരുന്നു. എല്ലാ കൈകളിൽ ചെല്ലുമ്പോഴും അവൾ കരച്ചിൽ മാത്രം. അവൾ തേടിക്കൊണ്ടിരുന്ന കൈ അവളുടെ അമ്മയുടെ കൈയാണ്. യെസ്, അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അമ്മയുടെ കയ്യിലോട്ട് ചെന്നു ദാ കരച്ചിൽ നിന്ന് കണ്ടോ മാജിക്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് അടിയിലേക്ക് കിടക്കാം. എല്ലാവരും കൂടെ നിരന്നിരുന്ന് ഫുഡ് അടിക്കാൻ തുടങ്ങി. ഫുഡ് അടിയുടെ കാര്യം പറയുമ്പോൾ വേറെ ഒന്നും പറയാനില്ല. കാരണം ലാസ്റ്റ് ഞങ്ങളാണ് ഇരുന്നത്. കല്യാണത്തിൻ്റെ എല്ലാ പരിപാടികളിലും നമ്മൾ എല്ലാ രീതിയിലും നല്ല രീതിക്ക് ഓടി നിരന്ന് പണിയെടുത്തുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് നിരന്നിരുന്ന് നമ്മൾ കറികളുടെ എണ്ണം ഇങ്ങനെ എടുക്കാൻ തുടങ്ങി. എണ്ണം എടുത്തിരുന്നപ്പോഴാണ് ആ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയത്. ആഹാ, അതും കുടിച്ചു. എന്തൊരു സമാധാനം. പക്ഷേ നേരെ ഓപ്പോസിറ്റ് നിന്ന് കണ്ണൻ ചേട്ടനും കുട്ടിച്ചേട്ടനും അതിലൊന്നും അല്ലായിരുന്നു കാര്യം. മൊബൈലിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ചേച്ചിൻ്റെ അളിയൻ്റെയും റൊമാൻസ് ഇതുവരെ മാറിയിട്ടില്ലെന്ന് ഓർക്കുമ്പോഴാണ് എനിക്കൊരു സങ്കടം. അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ റിസപ്ഷൻ ഒറ്റപ്പാലത്താണ് കേട്ടോ. അപ്പൊ ഗുരുവായൂർന്ന് ഒറ്റപ്പാലം വരെ എത്തേണ്ടതുകൊണ്ടും കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ടും ഞങ്ങൾക്ക് ടൈം ഒട്ടും ഇല്ലായിരുന്നു. പിന്നെ രാവിലത്തെ മേക്കപ്പ് കളയണ്ടല്ലോ എന്ന് ഓർത്ത് മേക്കപ്പ് കഴുകി കളയാതെ മുടി അഴിച്ചിട്ട് ഡ്രസ്സും മാറി ഓർണമെന്റ്സ് ഇട്ട് ഒറ്റപ്പാലത്തേക്ക് പോകാനായിട്ട് ഞങ്ങൾ റെഡി ആവുന്നുണ്ട്. സോ റെഡി ആവുന്നതിന് മുന്നേ കണ്ണാടിയുടെ മുമ്പിലുള്ള ചെറിയൊരു പട്ടിഷാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു 3-4 ഫോട്ടോ ഒക്കെ എടുത്താലല്ലേ നമുക്കത് കൊളാഷ് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ ഒരു ദിവസം സ്റ്റോറി ആക്കാൻ പറ്റും. പിന്നെ എന്റെ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ ഐ മേക്കപ്പ് ഷീസോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡാണ് എനിക്ക് ഐ മേക്കപ്പ് ചെയ്ത് തന്നിരിക്കുന്നത് ഫുള്ള്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ.